ഹാലലുയ ഹാലലുയ ഹാലലുയ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. പാടുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഇനി നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ഹാലലുയ. ദയവായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും നിങ്ങളുടെ വീഡിയോ ഓപ്പൺ ചെയ്ത് വെച്ച് വളരെ ഭയത്തോടും ഭക്തിയോടും ദൈവത്തോടുള്ള ബഹുമാനത്തോടും കൂടെ ഇരുന്ന് ഈ ആത്മീയ ആരാധനയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പ്രത്യേകാൽ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ബന്ധത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി പല അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്നീ പല ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് ശ്രദ്ധയിരിക്കാൻ. ദയവായിട്ട് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ സിസ്റ്റർ വത്സ ദയവായിട്ട് വായിച്ച് സഹായിച്ചാട്ടെ. അയ്യോ, എൻ്റെ പേരല്ലേ പറഞ്ഞേ? സന്തോഷം എൻ്റെ പേര് തന്നെയാണോ പറഞ്ഞേ? എവിടെ വായിക്കാൻ പറഞ്ഞേ പാസ്റ്റർ? മത്തായി 24. ക്യാമറയൊക്കെ ഓണാക്കട്ടെ. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ ലോകമെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളെ, മറ്റ് പലവിധ സംഭവങ്ങൾ, നോഹയുടെ കാലത്തെ പോലെയുള്ള മ്ലേച്ഛതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം. അതെ, നമ്മുടെ പ്രിയ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവമക്കളായ നാം ആ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ വേണ്ടി തയ്യാറുള്ളവരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിളക്കിൽ എണ്ണയില്ലാതെ ആമീൻ തള്ളപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ആമീൻ ഹല്ലേലൂയ. നാം ഒരുങ്ങിയിട്ടില്ല എങ്കിൽ നാം തള്ളപ്പെട്ടു പോകാൻ ഇടയായിത്തീരും. നാം ഈ ലോകത്തിൽ ഇതുവരെ ജീവിച്ചത് വെറുതെ പാഴായി പോകാൻ ഇടയായിത്തീരും. ആകയാൽ ഹല്ലേലൂയ, ഈ വചനത്തിന് മുമ്പാകെ ആമീൻ ഒരുക്കപ്പെടുവാൻ നമുക്കിടയായിത്തീരട്ടെ. കർത്താവിൻ്റെ വരവ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനി അധിക നാൾ ഇല്ല. ഈ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും അത് വിളിച്ചറിയിക്കുക തന്നെ ചെയ്യുന്നു. ആകയാൽ സഹോദര, നീ ഒരുങ്ങിയിട്ടുണ്ടോ? സഹോദരി, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് കർത്താവിൻ്റെ കാഹളനാദം കേട്ടാൽ നീ എടുക്കപ്പെടുമോ? കാലം കുറെ പറയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ വരും. ഇതിപ്പോ എപ്പോ വരാനാണോ? കൊറോണയും വന്ന് അതിനുള്ള വാക്സിനും കണ്ടുപിടിച്ചു. വീണ്ടും ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നാം ആലയത്തിൽ ഇരുന്ന് ആരാധിക്കുന്ന അവസ്ഥകൾ മാറി. ആമേൻ. നാം ഭവനത്തിൽ ഇരുന്നു കൊണ്ട് സൂം മീറ്റിങ്ങിൽ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നാം അലസരായിട്ടിരിക്കാൻ പാടില്ല. ഇതൊരാത്മീയ ശുശ്രൂഷയാണെന്നുള്ള ബോധത്തോടുകൂടി വേണം നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ. സാത്താൻ നമ്മുടെ വായ മൂടിക്കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അവൻ നമ്മുടെ തല കൂടെ മൂടിക്കെട്ടുന്നതിന് മുമ്പായിട്ട് നാം ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായി തീരുവാൻ ഇടയാകേണ്ടതാണ്. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ സിസ്റ്റർ റിൻസി ദയവായിട്ട് ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. നാം കേട്ട വേദഭാഗം ഇതാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ.
കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ, ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ലോകം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന് അനുരൂപരായിട്ട് ഓടിക്കൊണ്ടിരിക്കാതെ ആമേൻ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കാൻ നമുക്കിടയായി തീരട്ടെ. നാം ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് ദൈവസന്നിധിയെ ഒന്ന് സമർപ്പിക്കാം. എല്ലാവരും ദയവായിട്ട് ആമീൻ, ഹല്ലേലൂയ. ഒരുക്കമുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് സമർപ്പിച്ചാട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ആമേൻ. നമ്മളെല്ലാവരും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നാം ഇരിക്കുന്നതെന്ന ചിന്തയോടുകൂടി ആ അന്നക്കുട്ടിയുടെ ഇരിപ്പ് കണ്ടില്ലേ? എവിടുന്ന ഈ കണ്ണുനീര് വരുന്നേ? ഇരിക്കുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങും കണ്ണുനീര്, കളിപ്പീര്. ആ എസ്തറിന്റെ ഇരിപ്പ് കണ്ടോ? കണ്ടാ തോന്നി ഇപ്പൊ ഉടലോടങ്ങ് സ്വർഗത്തിൽ പോകുമെന്ന്. വലിയ പരിശുദ്ധയാന്നാ വിചാരം. Mama, you can't say that. Stop judging people. എല്ലാവരും ദയവായിട്ട് ദൈവസ്ഥനിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. കാഹളനാദം ധ്വനിക്കാറായി. ഹല്ലേലൂയ. ഉണരുക ദൈവമക്കളെ, മാനസാന്തരപ്പെടുക ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവസ്ഥനിൽ സമർപ്പിച്ചാട്ടെ, സമർപ്പിച്ചാട്ടെ. കൊച്ചിനെ ഒന്ന് പിടിച്ചേ. ഒന്ന് എടുക്കാ. ഞാൻ ഫോൺ നോക്കുന്ന കണ്ടില്ലേ? മുഖത്ത് വരട്ടുണ്ടേ, ഒന്ന് പിടിക്കാ. മേക്കപ്പ് ഇത് മേക്കപ്പ് അല്ല, മേക്കപ്പ് എന്തോന്ന് അറിയത്തില്ല. ഒന്ന് കടയിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്യാം. വീട്ടിൽ ഇരുന്നിട്ട് ചെയ്ത് കൊറോണ ഫാസ്റ്റ് പ്രാർത്ഥിക്കും പറഞ്ഞു. നീ ശ്രദ്ധിക്കേ. അങ്ങനെ ഞാൻ ഓടും കേട്ടോ. ദൈവമുമ്പാകെ സമർപ്പിച്ച എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകലെ കർത്താവ് നമ്മോട് സംസാരിച്ച ആ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ ഇടയായിത്തീരട്ടെ. കർത്താവ് എല്ലാവരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് നാം കേൾക്കപ്പെട്ട വചനങ്ങളെല്ലാം ധ്യാനിച്ചുകൊണ്ട് ബ്രദർ ഷിജോ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ബ്രദർ ഷിജോ ദയവായിട്ട് വീഡിയോ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ബ്രദർ ഷിജോ പ്ലീസ് ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. അഖിലാണ്ടത്തിലൂടെ ദൈവമേ, നല്ല സമയത്തിനായ സ്തോത്രം. ഞങ്ങൾ പറയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല വചനത്തിനായ സ്തോത്രം കർത്താവേ. പാസ്റ്ററെ കുടുംബം അനുഗ്രഹിക്കണമേ, പിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകട്ടനായ സ്തോത്രം. ആമേൻ. താങ്ക് യു ബ്രദർ ഷിജോ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ പറയുമ്പോഴല്ല നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വന്നിരിക്കുന്ന നമ്മൾ വളരെ ഒരുക്കത്തോടു കൂടെ, ഭവനത്തിൽ നിന്ന് തന്നെ ആ ഒരുക്കത്തോടു കൂടെ വേണം ആരാധനയ്ക്ക് ഇരിക്കാൻ. ഇപ്പോൾ നമ്മൾ ഭവനത്തിലായിരുന്നാലും ശരി തന്നെ ആ ഒരുക്കത്തോടു കൂടെ വേണം ആമേൻ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ. പ്രിയജനമേ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആദിമപിതാക്കന്മാർ പരസ്പരം കാണുമ്പോൾ മാറാനാഥ മാറാനാഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരസ്പരം അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു. ലോകത്തിലെ സകല സംഭവങ്ങളും ഇത് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കർത്താവ് വരുന്നു, അനേകർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, അനേകർ രക്ഷയിൽ വരാൻ വേണ്ടി അവൻ താമസിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ അവൻ്റെ അവർ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അയ്യോടി, പാസ്റ്റർ പോയി. ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഉണ്ടായിരുന്നു. രൂത്തു, യോ എസ്റ്റർ, എന്റെ കർത്താവ്, എല്ലാം പോയി, എല്ലാം പോയി. എന്റെ കർത്താവ്, കർത്താവ് വന്നെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ, നീ എന്നെ എടുത്തില്ലല്ലോ. എന്റെ കർത്താവേ, എന്റെ കർത്താവ്. അയ്യോ അഭിമോളെ, ആ പീറ്റർ പാസ്റ്റർ ഇപ്പൊ പ്രസംഗിച്ചോണ്ടിരുന്ന എവിടെ പോയി? ഇതെന്തൊരു കാര്യമാ? അയ്യോ പിള്ളേരെന്തിയേ? അഭിയാ, ഇവാ കുഞ്ഞ, നീ എവിടാ? കർത്താവ് വന്നോ? ഷോ ദൈവമേ, ഞാൻ ഇത്രയും
വിശുദ്ധിയായിട്ട് ജീവിച്ചിട്ട് എന്നെ കൊണ്ടുപോയില്ലല്ലോ കർത്താവേ. നീ എന്നെ തള്ളിക്കളഞ്ഞോ കർത്താവേ. അയ്യോ, എസ്തറും പോയി, എല്ലാരും പോയി കർത്താവേ. ഒരു സെൽഫി എടുക്കും. അച്ഛാ ചക്കരേ ഈ കൊച്ചിനെ കാണുന്നില്ലടി. അച്ഛാ കൊച്ചിന്റെ കൊച്ചിനെ എനിക്കറിയത്തില്ല. അച്ഛാ കൊച്ചിനെ കാണുന്നില്ല. അച്ഛാ അച്ഛാ നിങ്ങൾ എല്ലാവരും എന്തിന് മുറവിളി കൂട്ടുന്നു? ദൈവത്തിൻ്റെ വചനം കേട്ട് സ്വീകരിച്ച് അനുസരിച്ച് വിശ്വസിച്ച് ജീവിച്ചവർ ദൈവത്തിൻ്റെ കാഹള ശബ്ദത്തിൽ ദൈവത്തോടുകൂടെ എടുക്കപ്പെട്ടു. വചനം കേട്ടിട്ടും വേണ്ടതുപോലെ അതിനെ കൈക്കൊള്ളാതെയും പ്രമാണിക്കാതെയും അലസതയോടുകൂടെയൊക്കെ ജീവിച്ചതിനാൽ കൈവിടപ്പെട്ടു. ഒന്ന് ചിന്തിക്കാം, ഇത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ്. ദൈവവചനം കേൾക്ക മാത്രമല്ല, അനുസരിച്ച് പ്രമാണിച്ച് വിശ്വസിച്ച് അലസത കൂടാതെ ആത്മാർത്ഥതയോടുകൂടി കർത്താവിനോട് ചേർന്നിരുന്നാൽ നാം കൈവിടപ്പെടുന്നു. ദൈവവചനം ഇപ്രകാരം പറയുന്നു, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിൻ്റെ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിൻ്റെയും നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം കുലിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും